ഹായ് നമസ്കാരം എല്ലാവർക്കും. ഈ ആദ്യത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത് ഫിറ്റ്നസ് എന്തിനാണ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ഫിറ്റ്നസ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി മാറിയേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് അതിനുവേണ്ടിയാണ് ഈ വീഡിയോ. നമ്മൾ പണ്ട് കാലത്തിൽ ആൾക്കാരെന്ന് വെച്ചാൽ പഴയ ആൾക്കാർ ഒരു 100 വർഷം അല്ലെങ്കിൽ ഒരു 30-40 വർഷം പുറകോട്ട് പോയാൽ തന്നെ ആൾക്കാർക്ക് ചെയ്യാൻ പണിയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇരുന്നിട്ട് മാത്രമല്ല, അധ്വാനിച്ച് ചെയ്യാനുള്ള പണിയുണ്ടായിരുന്നു. സാധനം നല്ല കനമില്ല സാധനം പൊന്തിക്കാനും കുറേ ദൂരം നടക്കാനും ആൾക്കാരെ സഹായിക്കാനെന്ന് വെച്ചാൽ പൊന്തിക്കാൻ ആൾക്കാരടക്കം പൊന്തിച്ച് കൊണ്ടുപോകുന്ന സമയമുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് മെഡിക്കൽ ആവശ്യത്തിനായാലും ശരി, ഓരോ സഹായത്തിനായാലും ശരി, തോണി തുഴഞ്ഞു പോവുക, അക്കരെ അങ്ങനെ നടക്കുക, ഓടുക, ഇങ്ങനെ പല കാര്യങ്ങളും, മരത്തിൽ കയറുക. അപ്പോൾ ഒരാളുടെ ബോഡീൻ്റെ വെയിറ്റ് ഒരാൾക്ക് സ്വന്തം തന്നെ പൊന്തിക്കാനുള്ള കഴിവുകളുണ്ടായിരുന്നു. കാലിന് നല്ല ബലമുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിനൊക്കെ ആ കാലത്തിൽ നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പൊതുവെ നമ്മൾ ചെയ്യുന്ന ആ പണി കൊണ്ട് തന്നെ സ്ട്രെങ്ത് ഉണ്ട്. അരി പോലും നമ്മൾ കുത്തുമായിരുന്നു ചെയ്യുക. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്കായാലും ശരി, ആണുങ്ങൾക്കായാലും ശരി, ഓരോ അധ്വാനിക്കുന്ന പണി രാവിലെ മുതൽ വൈകുന്നേരം ഒരു അധ്വാനം ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. പക്ഷേ കാലം മാറി, എല്ലാം മാറി. ഇപ്പം ഭക്ഷണം വളരെയധികം മോശം ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഫാസ്റ്റ് ഫുഡ് കൾച്ചർ, അൾട്രാ പ്രോസസ്ഡ് ഫുഡ്. ഈ ഒരു ഫുഡും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കുന്നു, മൊബൈൽ മാത്രം കാണുന്നു, കുട്ടികൾ പുറത്ത് പോയി വെളിച്ചത്തിൽ വെയിലത്ത് കളിക്കുന്നില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഇപ്പം ഈ കാലഘട്ടത്തുണ്ട്. നമ്മൾ കുറേ ആൾക്കാർ വിദേശത്ത് പോയി പണിയെടുക്കുന്നുണ്ട്. പണി മാത്രമേ എടുക്കുന്നുള്ളൂ, അവരുടെ ശരീരത്തിൽ അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ? നമ്മൾ എത്ര വയസ്സായാലും നമ്മളുടെ ഭാരം നമുക്ക് പൊന്തിക്കാൻ കഴിയണം. അത് വേറൊരാൾക്കൊരു ഭാരമാകാൻ പാടില്ല. പക്ഷേ നമ്മൾ എടുക്കാൻ, നമ്മളെ പൊന്തിക്കാൻ, നമ്മളെ മൂത്രയിക്കാൻ, അപ്പുറത്ത് കൊണ്ടുപോകാൻ, ഇതെല്ലാം നമ്മൾ വേറൊരാളെ ആശ്രയിക്കാൻ പാടില്ല. നമ്മൾക്ക് ആ ശക്തി ഉണ്ടാവണം. ഏതൊരു സമയമായാലും ശരി, 80 വയസ്സായാലും ശരി, 90 വയസ്സായാലും ശരി, നമ്മൾ എത്ര വയസ്സ് വരെ ജീവിച്ചാലും ശരി. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമെങ്കിലും നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ ഫിറ്റ്നസ്സിലേക്ക് കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതിനൊന്നും എല്ലാവരും ചോദിക്കും, ഇത് ജിമ്മിന് പോകണോ? വേണ്ട, ജിമ്മിന് പോകണമെന്ന് അത്യാവശ്യമൊന്നുമില്ല. ജിമ്മിന് പോകണമെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് എക്സസൈസ് ഫിറ്റ്നസ് ഓറിയൻറ്റഡായി ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ, ഭക്ഷണത്തിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നിങ്ങൾക്ക് പല മാറ്റങ്ങളും ഉണ്ടാകും. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മസിൽസിൻ്റെ ഓരോ കോശങ്ങളും നമ്മൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ നിൽക്കും, കൂടുതലായിക്കൊണ്ടിരിക്കും, നമ്മൾ വലുതായിക്കൊണ്ടേ നിൽക്കും. പക്ഷേ ഒരു വയസ്സിന് ശേഷം, നമ്മൾ വളർച്ച എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ മസിൽ സെൽസോ അല്ലെങ്കിൽ നമ്മുടെ ബോണോ ഒന്നും നീളം വെക്കുന്നില്ല. നമ്മൾ ജനറ്റിക്കലി എത്രയാണോ ആ ഒരു സൈസിലേക്ക് എത്തിയാണ്, അത് സൈസിലെത്തി. അത് കഴിഞ്ഞാൽ നമ്മൾ വളരുന്നില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസും നമ്മളെ സെൽസും ഒക്കെ മെല്ലെ മെല്ലെ ഡിറ്റോറിയേറ്റ് ആവും. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രായം കൂടും, എന്നിട്ട് അത് കുറേ മസിൽ സെൽസൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ അത് ആവുന്നതിന് മുമ്പേ, ഇല്ലെങ്കിൽ അതിനെ തടയാൻ വേണ്ടി, അതിൻ്റെ ആയുസ് കുറച്ചും കൂടെ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട്, അതിൽ ശക്തമായി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് കുറച്ച് കൂട്ടിയേ തീരൂ. ഒരു ചെറിയൊരു ഉദാഹരണം എടുത്തോളൂ. ഇപ്പം നമ്മൾ ഒരു സാധാരണ ഒരു ഒന്നും ചെയ്യാത്തൊരാൾ, ഒരു കനം പൊന്തിക്കാത്ത ഒരാൾ, അങ്ങനത്തെ ഒരാൾ പോയി ഒരു സാധനം പൊന്തിച്ച് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് ഭയങ്കര ഒരു ക്ഷീണം, അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് തോന്നും. എന്ന് വെച്ചാൽ ശ്വാസമൊക്കെ കിട്ടാണ്ടാവും, വളരെ അസ്വസ്ഥനായി തോന്നും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഹാർട്ട്, നമ്മളെ ഉള്ളിൽ പമ്പ് ചെയ്യുന്ന ആ ഹാർട്ടിന് അത്രയും എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു കാര്യം ചെയ്തു തീർക്കാൻ വേണ്ടി അത്രയും എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് എഫേർട്ട് എടുക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ മസിൽസിലൊക്കെ ആ സ്ട്രെങ്ത് ഉണ്ടാവണം. ആ സ്ട്രെങ്ത് എങ്ങനെ വരും? നമ്മൾ കുറച്ചും കൂടെ ട്രെയിൻ ചെയ്യണം നമ്മൾ മസിലിനെ. അപ്പോൾ നമ്മൾ സ്വന്തം ബോഡി വെയിറ്റ് വെച്ച് ട്രെയിൻ ചെയ്യാൻ, നമുക്ക് അല്ലാണ്ട് ട്രെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെയിറ്റ് പൊന്തിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കാനോ എണീക്കാനാകുമ്പോൾ നമ്മുടെ ഹാർട്ടിന് അത്രയും എഫേർട്ട് തോന്നില്ല, ഈസി ആയിട്ട് ചെയ്യും അത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ, നമ്മളൊരു 60 വയസ്സ് 50 വയസ്സ് 60 വയസ്സ് ആകുമ്പോഴും നമുക്ക് എന്താവുക, നമുക്ക് ഇരിക്കാനോ എണീക്കാനോ അല്ലെങ്കിൽ ഒരു സാധനം ഇവിടുന്ന് എടുത്ത് അപ്പുറത്ത് വെക്കാനോ എന്തെങ്കിലും ഒരു പ്രശ്നം വരും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് ചെയ്യാം. നമ്മുടെ ഹാർട്ടിനായാലും ഈസി ആയിട്ട് സുലഭമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് മാത്രം ഫിറ്റ്നസ്സിലേക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇതാണ് എൻ്റെ ആദ്യത്തെ ഈ വീഡിയോയിലേക്കൂടെ ഞാൻ നിങ്ങളെല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റൊരു കാര്യം. ഓക്കെ,